അപ്പോൾ ദേ ഞങ്ങൾ മാമിയുടെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിസ്റ്ററിന്റെ വീടാണ്, മാമിയുടെ വീട് താഴെയാണ്. അപ്പോൾ നമ്മൾ കിച്ചന്റെ സൈഡ് വഴിയാണ് പോകുന്നത്. ഫ്രണ്ട് തുറന്നിട്ടില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്തു. നിങ്ങളത് നോക്കി ഒരു ഹായ് ഒക്കെ കൊടുക്കി. മാമിയുടെ സിസ്റ്ററാണ് ഇപ്പോൾ ഹായ് ഒക്കെ പറയുന്നത്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ദേ നല്ല കാറ്റും നല്ല മഴയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. ദേ വെള്ളം പോകുന്നുണ്ടോ, നല്ല ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് ഇവിടെ. നിങ്ങൾക്ക് താഴെയാണ് ദേ ആ കാണുന്നതാണ് മാമിയുടെ കുടുംബ വീട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര മഴയായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര കാറ്റാണ്, വോയിസ് ക്ലിയർ ആവില്ല. അങ്ങനെ ദേ കുഞ്ഞു ഒരു കണ്ണാടിയൊക്കെ വെച്ച് കളിക്കുകയാണ്. ഈ കണ്ണാടി വെച്ച് എൻ്റെ മാമി ഞാനായിട്ടൊരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ഇത് മാമിയുടെ അനിയത്തിയുടെ ഏറ്റവും ഇളയ മോളുമായിട്ടുള്ള പരിപാടി. ഇതാണ് ഏറ്റവും ഇളയ മോളാണ് അവിടെ നിൽക്കുന്നത്. ആള് 5th സ്റ്റാൻഡേർഡിലാണിപ്പോൾ. മാമിയായിട്ട് കുഞ്ഞു ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. ഇവളുമായിട്ട് കുഞ്ഞു നല്ല കമ്പനിയാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടാണല്ലോ കമ്പനി. അങ്ങനെ അവന് വീട്ടിൽ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാൽ കളിക്കാനൊക്കെ ആൾക്കാരുണ്ട്. പുതിയ കണ്ണാടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആള്. ഡീക്കച്ച് എവിടെ വിളിക്കുന്നുണ്ട്. ഇത് കുഞ്ഞുമാരുടെ മോനാണ്. അപ്പൊ ദേ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി ഒരു വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള പ്ലാനിൽ അവരെ പറഞ്ഞ് എല്ലാവരെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് മാമിയുടെ ബ്രദറിന്റെ മോളാണ്, ഏറ്റവും ഇളയ മോളാണ്. പേര് ഹൈസു എന്നാണ്, ഹൈസ് ഐഷൽ. അപ്പോൾ അവളും എൻ്റെ മോനുമായിട്ട് ഒരു 6 ഡേയ്സിൻ്റെ ഡിഫറൻസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ മോനാണ് മൂത്തത്. അവൻ 24th സെപ്റ്റംബർ, ഇവള് 13th. അപ്പോൾ ഹൈസുവിന് ഒരുങ്ങാനും മേക്കപ്പ് ഇടാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ നന്നായിട്ട് നിന്നേരും. പക്ഷെ ചില സമയം ഇറിറ്റേഷൻ തോന്നി ആൾ ഊരി കളഞ്ഞിട്ട് പോവുകയും ചെയ്യും എന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. അപ്പോൾ കുഞ്ഞുദേ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നുണ്ട്. ഇവനെയും കൂടെ എങ്ങനെയെങ്കിലും തട്ടിപ്പൊത്തി കൊണ്ടുപോകണം. അപ്പം ഈ ക്യാമറ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവനും ഭയങ്കര ഒരു താല്പര്യമില്ല. അവൾ തൊട്ടൊക്കെ നോക്കിയിട്ട് അവൻ്റെ പാടിന് പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി 2 ഫോട്ടോ എടുത്താണ്. ദേ അത് ഒട്ടും ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ദേ പിള്ളേർ എവിടെ റെഡി ആവട്ടെ. നമ്മുടെ കണ്ണാടി മച്ചമ്പിയായിട്ട് കുറച്ച് നേരം സൊറ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മിച്ചൂട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവൾക്ക് കുറച്ച് വലുതാണ്. കുഞ്ഞുമാരുടെ ഇളയമോൾ ഫറക്കുട്ടിയുടെ ഡ്രസ്സാണ് അവൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ബേക്കി പിടിച്ച് പിന്നൊക്കെ കുത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഈ ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ളതായതുകൊണ്ട് ക്ഷമയോടെ എത്ര നേരം വേണമെങ്കിലും നിന്നേരും. മേക്കപ്പ് ഇടാനും പുതിയ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവളുടെ ഫ്രോക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം ഫോട്ടോ ഒക്കെ എടുക്കാൻ. അങ്ങനെ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മാമി 2 കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. 2 പേർക്കും അത്യാവശ്യം വിശപ്പുണ്ട്. അങ്ങനെ 2 പേരും ഫുഡും കഴിച്ച് ഈ ഒരുങ്ങാനൊക്കെയുള്ള പരിപാടിയിലാണ്. ഇതേ മേക്കപ്പ് ബോക്സ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. മേക്കപ്പ് ഇടാൻ ആളിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നല്ല സുന്ദരിയാക്കി തരുമെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ക്യൂട്ടായിട്ട് നിൽക്കുകയാണ്. ആൾക്ക് ഈ ഫ്രോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മേക്കപ്പും കൂടി ഇട്ട് വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. മേക്കപ്പ് ഇടാനൊക്കെ ആളിങ്ങനെ കണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് തരും. അപ്പോൾ ഈ ആമറമോൻ അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. ഈ ആമറൂട്ടന് മേക്കപ്പ് ഇടുന്നത് നോക്കാൻ വേണ്ടി വന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അവള് സമ്മതിക്കുന്നില്ല. എല്ലാരും യാസർ ബേബി കിടക്കുന്നിടത്ത് പോയിട്ടുണ്ട് കളിപ്പിക്കാനായിട്ട്. അപ്പോൾ അവിടെ മാമി 2 പേരുടെയും പിന്നാലെ കൊണ്ട് നടക്കാണ് ഫുഡ്. കുഞ്ഞുങ്ങളങ്ങനെ ഫുഡ് കഴിപ്പും കളിക്കവും ഒരുങ്ങൊക്കെ ആയിട്ട് നടക്കുകയാണ്. അത് വീഡിയോ എടുത്താ പോരെ, ഷോർട്സ് അതിന് അതിപ്പോ വീഡിയോ എടുത്താ പോരെ. ഇവൻ നല്ല പാട്ടുണ്ട്. ഇവർ 2 പേരും വെച്ച് ചെയ്യിപ്പിക്കാം. കറങ്ങി നോക്കട്ടെ. കുറച്ചിടാം. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾ ഇവിടെ റീൽസിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയോട് അടുപ്പിച്ചായിട്ടുണ്ട്. രാവിലെ നല്ല മഴയായത് കാരണം തറയൊക്കെ നന്നായിട്ട് നനഞ്ഞു കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയില്ലാതെ ഓടിയ ചിലപ്പോൾ ചറുക്കിയൊക്കെ വീഴും. അതുകൊണ്ട് ഇവനെ അകത്ത് കയറ്റി വിടാം എന്നുള്ള പരിപാടിയിലാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ പാട്ടിട്ടോ ഞാൻ എടുക്കാം. ഓരോരുത്തർ പോയാ ഫസ്റ്റ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കിടയിൽ എന്തോ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ വന്നിട്ട് 2 പേരും 2 വഴിക്കായിട്ട് പോയിട്ടുണ്ട്. ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. സ്റ്റേ എൻജോയ്ഡ് വിത്ത് മീ എന്നാണ് അതിൻ്റെ പേര്. അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ ഷോർട്സ് ആണ് എടുക്കുന്നത്. ഒരാൾ പിണങ്ങി വന്ന് ഈ ഷോർട്സ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവൾ ഒരിക്കൽ ടേക്ക് എടുത്തത് ശരിയായില്ല. അങ്ങനെ 2-3 ടേക്കുകൾ ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡനിങ് സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ചെടികളും റംബുട്ടാനും ഒക്കെ ഫ്രണ്ടിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറും വെയിലൊക്കെ ആണെങ്കിൽ നല്ല തണലൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ നിന്നെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. സംഭവം ക്യാമറയും ഫോണൊക്കെ കിട്ടിയ പിന്നെ എനിക്ക് ഒരു അഡിക്ഷൻ കണക്കാണ്. എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് ഫോട്ടോ എടുക്കാനും അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ മാമിയുടെ കുടുംബ വീട്ടിലോട്ടാണ് പോകുന്നത്. മഴയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞുമാൻ്റെ മൂത്ത മോളാണ്. അവളും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു കമ്പനിക്ക് പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലും റെഡിയാക്കി പിണക്കമൊക്കെ മാറ്റി ഒരു റീലും കൂടെ എടുക്കാം, അപ്പോൾ യൂട്യൂബിലിടാം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അതാണ് മാമിയുടെ കുടുംബ വീട്. മാമി കളിച്ച് വളർന്ന വീട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചുറ്റും റബ്ബറും മരങ്ങളൊക്കെ നിന്നിട്ടുള്ള ഒരു പ്രകൃതി സുന്ദരമായ നാട്ടുമ്പുറത്തെ വീട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീടും വീട്ടുകാരെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ എത്തുന്നതാണ്. ഇറ്റ്സ് ആമിന ഷാഹിൻ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ബ്ലറി ബ്ലാസ്റ്റ് വിത്ത് ആമിന ഷാഹിൻ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.